അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു വീഡിയോയിൽ വരാൻ കരുതിയതല്ല. പക്ഷേ ഒരുപാട് തവണ വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടും അത് ചെയ്യാതിരിക്കാൻ നമ്മുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിക്കുത്ത് സമ്മതിക്കാത്തതിൻ്റെ പേരിലാണ് വളരെ വിഷമത്തോടു കൂടി വേദനയോടുകൂടി വരുന്നത്. കാര്യം മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഈയിടെ വളരെയധികം നൊട്ടോറിയസായ, ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം കുപ്രസിദ്ധിയാണ്. അങ്ങനത്തെ ആളെക്കുറിച്ച് എങ്ങനെ ഫേമസ് എന്ന് പറയാം? വൈറൽ വീഡിയോ ആണ് അവൾ ചെയ്യുന്നതൊക്കെ. എങ്ങനെയാണ് വൈറലാകുന്നത്? ഇങ്ങനെയുള്ള മനുഷ്യൻ കണ്ടാൽ അറക്കുന്ന വെറുക്കുന്ന കണ്ടൻറ്റുകൾ അത് ഇട്ടിട്ടാണ് ഇവൾ വൈറലാകുന്നത്. അങ്ങനെ വൈറലായിട്ടാണ് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു ടാലൻറ്റോ ഇല്ല. ഇങ്ങനത്തെ കുറേ എണ്ണമുണ്ട്. അവർക്ക് അവരുടെ ജീവിതം, അവരുടെ കൂടപ്പിറപ്പുകൾ, അവരുടെ ഉമ്മ ഉപ്പ, അവരുടെ ദുരന്തം, വീട്ടിലെ ദയനീയത, ഇതൊക്കെയാണ് അവർ കണ്ടൻ്റ് ആക്കിയാണ്ട് വിൽക്കുന്നത്. അത് തെണ്ടിയാണ്ടാണ് ജീവിക്കുന്നത്. അതിൽപ്പെട്ട ഒരു സ്ത്രീ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ സ്ത്രീക്കും അതുപോലെയുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് കൂടി അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഒറ്റപ്പെടുത്തുകയല്ല, അവർക്ക് ഒരു വിചിന്തനം, ഒരു പുനർവിചിന്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതിലൂടെ അവർ നന്മയുടെ വഴിയിലേക്ക് തെറ്റുകൾ തിരുത്തി വരാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇത് പറയുന്നത്. ആ സ്ത്രീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടട്ടെ, നന്മയിലേക്ക് വരട്ടെ. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ്, തെറ്റുകൾ സംഭവിക്കാത്തവർ ലോകത്ത് വിരളമായിരിക്കും. മനുഷ്യനാണ്, അറിഞ്ഞോ അറിയാതെയൊക്കെ തെറ്റുകൾ സംഭവിക്കും. പക്ഷേ അത് കറക്റ്റ് ചെയ്യണം, തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. താൻ പിടിച്ച മുയലിന് 3 ചെവി എന്ന് പറഞ്ഞ് അതിൽ തന്നെ കടിച്ചു തൂങ്ങുകയോ പിടിച്ചു തൂങ്ങുകയോ അല്ല വേണ്ടത്. അപ്പോൾ ഈ സ്ത്രീ സാധാരണഗതിയിൽ ഇസ്ലാം ശിരസുയർത്തി നിൽക്കുന്നത് തന്നെ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യ സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ നല്ല പോലെ പൊന്നുപോലെ നോക്കുന്നത് മുസ്ലിങ്ങൾ അതിന് പേര് കേട്ടവരാണ് എന്ന നിലക്കാണ്. എന്നാൽ ഈ സ്ത്രീ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കു തന്നെ നാണക്കേടാണ്. മുമ്പും ചില വിവാദങ്ങളിൽ ഈ സ്ത്രീ പെട്ടെങ്കിലും അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ്, തൻ്റെ അക്കൗണ്ടിൽ ഏകദേശം 2 ലക്ഷത്തിൽ ചില്ലാനം സബ്സ്ക്രൈബേഴ്സുള്ള തൻ്റെ അക്കൗണ്ടിൽ ആ ഉമ്മയുടെ അർദ്ധനഗ്ന വീഡിയോ വരെ ഇട്ടുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു തരം സാഡിസം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു സ്വഭാവം, ഒരു വൈകൃതം, ഒരു മനോവൈകൃതം. ഈ പെണ്ണൊരു സൈക്കോ ആണ് എന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ്. അങ്ങനത്തെ ആളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ നാട്ടുകാരോ കുടുംബക്കാരോ ആരെങ്കിലും കൂടി ചികിത്സിക്കണം. അങ്ങനെയാണ് വേണ്ടത്. കാരണം അത്രത്തോളം ശല്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇവളെ കൊണ്ട്. സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. ഇവളെ റിയാക്ട് ചെയ്യുന്ന വീഡിയോയും ഒക്കെയാണ് ഉള്ളത്. ഇവൾ ഒരു എന്താ പറയുക, നമ്മൾ അറിവില്ലായ്മ അലങ്കാരമായി കൊണ്ടുനടക്കാന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഈ വൃത്തികേട്, ഈ സ്വന്തം മാതാവിനെ പൊതുജന മധ്യത്തിൽ വെറിച്ചുകൊണ്ട് പച്ചയ്ക്ക് പിച്ചി തിന്നുന്ന ഈ നെറികേട് തെറി പറഞ്ഞുകൊണ്ട് ഇതൊരു അലങ്കാരമായിട്ട്, അവൾ യൂട്യൂബ് വരുമാനം കണ്ടെത്തുന്നതിലൊക്കെ എന്തൊരു അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. അവൾ വന്ന വഴി മറന്നുകൊണ്ട് ഏത് നിലക്കാണ് എത്തിയത്. ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളും വ്യൂവേഴ്സും ഒക്കെ പലരും ഇവളുടെ ഗതികേട് കണ്ടുകൊണ്ട് ആ കുട്ടികളെ ഓർത്തിട്ടാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ഒരു വരുമാനം കിട്ടി ജീവിച്ച് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അതിൻ്റെ നെകളിപ്പാണ് ഇപ്പോൾ അവൾക്ക്, അഹങ്കാരമാണ്. അല്പന് എന്തോ കിട്ടിയാലേ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്നതുപോലെയാണ് ഈ സ്ത്രീയുടെ ഓരോ കാര്യങ്ങൾ. സാധാരണഗതിയിൽ പറയാറുണ്ട്, ഒരു പാലം കടന്ന് പോയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് വേണം, ചെറിയൊരു പാലം. ആ പാലത്തിലൂടെ ഉമ്മയും മകനും അല്ലെങ്കിൽ മാതാവും കുട്ടിയും പോയ സമയത്ത് കുട്ടി പറഞ്ഞൊരു ചെറിയൊരു കഥയുണ്ട്. നിങ്ങൾ എൻ്റെ കൈ പിടിച്ചാൽ മതി എന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മാതാവ് കുട്ടിയോട് പറഞ്ഞു, മോനെ നീ എൻ്റെ കൈ പിടിച്ചോ. അപ്പോൾ മകൻ പറഞ്ഞു, എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, നിങ്ങളുടെ കൈ പിടിച്ചാൽ നിങ്ങളെ ഒരു പക്ഷേ ഞാൻ വീഴുമെന്ന് കരുതി ഞാൻ കൈവിട്ടേക്കാം. പക്ഷേ അമ്മ അല്ലെങ്കിൽ ഉമ്മ എൻ്റെ കൈ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ കൈ വെടിയുകയില്ലല്ലോ, എൻ്റെ പിടുത്തം നിങ്ങൾ വിടുകയില്ലല്ലോ. അതുകൊണ്ട് അമ്മയെ മാതാവിനെ അത്രത്തോളം വിശ്വാസമാണ് ആ കഥയിലൂടെ പറയുന്നത്. ഹൃദയം, സ്വന്തം അമ്മയുടെ മാതാവിൻ്റെ ഹൃദയം മോഷ്ടിച്ച് വിൽപ്പനക്ക് കൊണ്ടുപോകുന്ന ഒരു കുട്ടിയുടെ കഥ നമ്മൾ സാധാരണ പറയാറുണ്ട്. ആ കുട്ടി അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ മാതാവിൻ്റെ ഹൃദയം മോഷ്ടിച്ചുകൊണ്ട്
വിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ കുട്ടി നമ്മൾ വെച്ചുകുത്തുകയെന്ന് പറയില്ലേ, ഒരു കല്ലിൽ തടഞ്ഞുകൊണ്ട് വീഴുകയാണ്. ഇതെല്ലാം സ്വന്തം മാതാവ് അറിയുന്നുണ്ട്, കഥയാണല്ലോ. അപ്പോൾ ആ മകൻ വീണപ്പോൾ തൻ്റെ ഹൃദയവുമായിട്ടാണ് അവൻ കടന്നു കളയുന്നത്. ആ സമയത്ത് അവൻ വീണപ്പോൾ ആ മാതാവ് ചോദിക്കുകയാണ്, എൻ്റെ മകന് വല്ലതും പറ്റിയോ, എൻ്റെ മോനെ നിനക്ക് വേദനിച്ചോ നൊന്തോ എന്ന്. അത്രത്തോളം നിസ്തുലമായ സ്നേഹമുള്ളവരാണ് ഈ മാതാവ് എന്ന് പറയുന്നത്. മാതാവിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും നമുക്ക് മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. വേറെ ഏത് സ്നേഹമാണെങ്കിലും, നമ്മൾ സാധാരണ ബെസ്റ്റീന്നോ നമ്മൾ ലവ്വറെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി ആരായാലും അതൊക്കെ ഒരു ഡിവോഴ്സ് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും നമ്മളെ ഏറ്റവും വലിയ ഹേറ്റർ, നമ്മളെ ഏറ്റവും വലിയ നമ്മൾ വെറുക്കുന്നവരും നമുക്ക് വേണ്ടി ചതി ഒരുക്കുന്നവരും നമ്മൾക്ക് ഒരു പണി തരാൻ നടക്കുന്നവർ അവരായിരിക്കും. എന്നാൽ മാതാവിൻ്റെ പിതാവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അവരെ നമ്മൾ കൊന്നു കളഞ്ഞാലും അവർ ആ വെട്ടിയിട്ട തലയുമായി അവർ നമ്മൾ ചോദിച്ചു, മോനെ നിനക്ക് വിശക്കുന്നുണ്ടോ, നിനക്കെന്തും പറ്റിയോ. അത്രത്തോളം പകരം വെക്കാനില്ലാത്ത സ്നേഹമാണടി ഈ മാതാവിൻ്റെ സ്നേഹം. ആ മാതാവിനെയാണ് നീ തെറി വരുന്നത്, ആ മാതാവിനെയാണ് നീ കുറ്റം പറയുന്നത്. എവിടെ നിന്നാണ് നീ രക്ഷപ്പെടുക? നിനക്ക് ദുന്യാവും കിട്ടുമോ ആഖിറവും കിട്ടുമോ? നീ മനസ്സിലാക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് കടപ്പാട്? തങ്ങൾ പറഞ്ഞത് മാതാവിനോട്. രണ്ടാമതും ചോദിച്ചു, അപ്പോഴും പറഞ്ഞു മാതാവിനോട്. മൂന്നാമതും ചോദിച്ചു മാതാവിനോട്. നാലാമതാണ് പിതാവിനോട് പറഞ്ഞത്. അത്രത്തോളം തീർത്താൽ തീരാത്ത കടപ്പാടാണ് മാതാവിനോട് നമുക്കുള്ളത്, അല്ലേ? നൊന്ത് പ്രസവിച്ച 10 മാസം ഗർഭം ചുമന്ന് ഊണും മുറക്കം കൊഴിച്ച് നൊന്ത് പ്രസവിച്ച് അതിനുശേഷവും ഊണും മുറക്കവും ഒഴിക്കുന്ന ആ മാതാവിനോടുള്ള കടപ്പാട് എങ്ങനെയാണ് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട് മാതാവിനോടുള്ളത്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരാൾ പ്രതിരോധ സമരത്തിന് വേണ്ടി അനുവാദം ചോദിച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, മോനെ നിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, എങ്കിൽ അവരിൽ നീ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരോട് പോയി സന്തോഷത്തോടു കൂടി സഹവസിച്ച് അവരെ സന്തോഷിപ്പിക്കുക, അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ യോദ്ധാവിനോട് അല്ലെങ്കിൽ ആ ധർമ്മസമരത്തിൽ പ്രതിരോധ സമരത്തിൽ പങ്കെടുക്കാമെന്ന ആളെ തിരിച്ചരക്കുകയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുമല്ല ചോദിച്ചത്, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോന്നാണ്. നീ അറിയണം കേട്ടോ, ഈ സ്ത്രീയോടാണ് എനിക്ക് പറയാനുള്ളത്, നീ അറിയണം മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്രത്തോളം മാതാപിതാക്കളോടുള്ള കടമയും തീർത്താൽ തരാത്ത കടപ്പാടും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. നീ ഒരു മുസ്ലിം പേരിലാണല്ലോ ജീവിക്കുന്നത്, അല്ലേ? മുസ്ലിങ്ങൾക്ക് തന്നെ നാണക്കേടാണല്ലോ നിൻ്റെ ഈ പേര്. നീ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? നിന്നെ ഉസ്താദ്മാർ പഠിപ്പിച്ചിട്ടില്ലേ? എന്താണ് നീ ഇത്രയും കാലം പോയി മദ്രസയിൽ പഠിച്ചത്? എനിക്ക് അതിലാണ് സംശയം. അല്ല, ഉസ്താദ്മാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ മാതാപിതാക്കൾ ഉസ്താദ്മാരൊക്കെ നല്ല വഴിക്ക് നടത്തുന്നുണ്ടാവും. പലരും ചിലപ്പം ഗതി കെട്ടുകൊണ്ട് അവരുടെ ആ ഒരു തീരാശാപം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഉസ്താദ്മാരിൽ നിന്നൊക്കെ തീരാശാപം പഠിച്ചിട്ടുണ്ടോ, ഗുരുത്തുകേട് പഠിച്ചിട്ടുണ്ടോ? ഇതല്ലേ കയ്യിലിരിപ്പ്. പിന്നെ എങ്ങനെ നീയൊക്കെ നന്നാവുക? ഉസ്താദ്മാരെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല. ഉസ്താദ്മാരൊക്കെ പഠിപ്പിക്കേണ്ടത് നല്ല രീതിയിൽ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അതാണ് പ്രശ്നം. എന്നിട്ട് സ്വന്തം ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനും അടിച്ചിറക്കാനും നടക്കുക, അങ്ങനെയല്ലേ വേണ്ടേ? നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ നമ്മൾ കൂട്ടിപ്പിടിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്നാണ് പെണ്ണെ പറഞ്ഞിട്ടുള്ളത്. സ്വർഗം നിന്റെ മാതാക്കളുടെ കാൽ കീഴിലാണ്. നീ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. എന്നിട്ട് അവൾ നിസ്കാരക്കുപ്പായിട്ടെങ്ങാണ്ട് ചില വീഡിയോ ഇറക്കും. അവൾ ഖുർആൻ ഓതുന്ന വീഡിയോ, ദിക്ർ ചൊല്ലുന്ന വീഡിയോ. ആർക്ക് വേണം നിന്റെ നിസ്കാരം? ആർക്ക് വേണം നിന്റെ ദിക്ർ? നീ നിസ്കാരക്കുപ്പായല്ല, നീ ഒന്നായിട്ട് മൂടി പോയിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടൊന്നും യാതൊരു കാര്യം കിട്ടില്ല. നിന്റെ സ്വന്തം ഉമ്മയെ വെറുപ്പിച്ച് ആ ഉമ്മയെ നീ വേദനിപ്പിച്ച് ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു ഇറ്റി കണ്ണീര് നിന്റെ കാരണമായി ഭൂമിയിലേക്ക് വീണിട്ടുണ്ടോ? നിന്റെ നിസ്കാരം ആർക്ക് വേണം? കടലിലേക്ക് വലിച്ചെറിയും പടച്ചോ നിന്റെ നിസ്കാരം. മറ്റേ ബാത്തുകളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്? ആരെ കാണാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്? നിന്റെ നിസ്കാരം പോലും നീ ഖുർആൻ വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാ? സ്വന്തം ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി മാതാപിതാക്കളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ആദരിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ നീ എന്ത് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല. അത് നീ മനസ്സിലായിക്കോ. പിന്നെ ചിലർക്ക് വിചാരമുണ്ട്, നീ കുറ്റം പറയണത് നിന്നെ ഉമ്മ നിന്നെ നോക്കിയില്ല, നിന്നെ സംരക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നമ്മളെ ജനിപ്പിച്ചു എന്നുള്ള കാരണം മതി അവരെ നമ്മൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും. അവർ നമ്മൾ വേണ്ടതുപോലെ നോക്കിയിട്ടില്ലെങ്കിലും നമ്മളതിനെ അവിടെ ദ്രോഹിച്ചാലും മാതാപിതാക്കളായിപ്പോയി എന്ന കാരണം കൊണ്ട് നമ്മൾ അവരെ തിരിച്ചടിക്കാൻ പാടില്ല. നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പാടില്ല. അവരെ നമ്മൾ സ്നേഹിക്കണം. നിന്നെപ്പോലെ കുറേ ആളുകളുണ്ട് ഇങ്ങനെ
സ്വന്തം മാതാപിതാക്കൾ അവർ നോക്കേണ്ട സമയത്ത് എന്നെ നോക്കിയിട്ടില്ല, അവരെന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അവിടെ മര്യാദക്ക് നിൽക്കില്ല, ഞാൻ അവരെ സ്നേഹിക്കില്ല, ഞാൻ അവരെ വെറുക്കുന്നു, ഞാൻ അവരെ ബഹുമാനിക്കില്ല. അതാണോ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്? നമ്മളെ സ്വന്തം മാതാപിതാക്കൾ നമ്മളെ പ്രസവിച്ചു, നിന്നെ എത്ര ബുദ്ധിമുട്ടിയാണ് നൊന്ത് പ്രസവിച്ചത്, അതെന്നെ നിന്നോട് ചെയ്തൊരു ത്യാഗമല്ലേ? അതല്ലേ വിശുദ്ധ ഇസ്ലാം റബ്ബി റഹ്മുമാ കമാ റബ്ബിയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്? എല്ലാ നേരത്തും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ത്യാഗമാണ്. ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർ നമ്മളെ മാതാപിതാക്കളായി ജനിപ്പിച്ചു, അവർ നമ്മളെ മാതാപിതാക്കളായി എന്നത് തന്നെ നമ്മൾ അവരെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാനും അവരോട് കടപ്പെട്ടിരിക്കാനുമുള്ള ഒരു കാരണമാണ്. അത് നീ മനസ്സിലാക്കണം, നിന്നെപ്പോലെയുള്ളവർ മനസ്സിലാക്കണം. മാതാപിതാക്കൾ നമ്മളെ ദ്രോഹിച്ചു അല്ലെങ്കിൽ അവർ വേണ്ടതുപോലെ നോക്കിയില്ല എന്നത് ഒരിക്കലും അവരോട് ദ്രോഹം ചെയ്യാനോ അവരെ നമ്മൾ അവഹേളിക്കാനോ ചീത്ത പറയാനുള്ള കാരണമായിട്ട് ഒരിക്കലും നമ്മൾ കണക്കാക്കാൻ പാടില്ല. ജീവിതത്തിൽ മാത്രമല്ല മരണശേഷവും വേണം നമ്മൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ കൂട്ടുകാരെയൊക്കെ സന്ദർശിച്ചിട്ട് കൂട്ടുകാർക്ക് നന്മ ചെയ്തിട്ടൊക്കെ അവരോടുള്ള സ്നേഹം നമ്മൾ നിലനിർത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നീയോ ഉമ്മയുടെ അർദ്ധനഗ്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബിൽ ഇട്ടുകൊണ്ട് അത് പിന്നെ ഉമ്മയുടെ മരണശേഷവും നിൻ്റെ മരണശേഷമൊക്കെ ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലേ? മരണശേഷവും അവർക്ക് വേണ്ടിയിട്ട് നീ അവരെ വെറുപ്പിച്ചുകൊണ്ട് അവരെ വിഷളാക്കിയിട്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ട് നീ കുറ്റം ഇങ്ങനെ കബറിലേക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ നീ ചെയ്യുന്നത്? ആരോട് പറയാനാണ്? വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യനോട് നാം ഊന്നി പഠിപ്പിച്ചിട്ടുണ്ട്, ഊന്നി പറഞ്ഞിട്ടുണ്ട് തൻ്റെ മാതാപിതാക്കളുടെ ബാധ്യത നിർവഹണ കാര്യത്തെക്കുറിച്ച് മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാം പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലാഹു തആല പറയുകയാണ്. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമഞ്ഞത് വഹനൻ അലാ വഹനിൻ എന്നാണ്. ബലഹീനതയ്ക്ക് മേൽ ബലഹീനതമായിട്ടാണ്, പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ മാതാപിതാക്കൾ ഒരിക്കലും വേദനിപ്പിക്കരുത്, അവരോടുള്ള ബാധ്യത നിർവഹിക്കണം, ഉത്തരവാദിത്വം വീട്ടിക്കൊടുക്കണമെന്ന് കാര്യത്തിൽ ഞാൻ അവരോട് ഊന്നി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരായ മനുഷ്യരോടെല്ലാമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു. വഫിസാലുഹു ഫി ആമൈൻ, 2 വർഷമാണ് അവരുടെ മുലകുടിയുടെ പ്രായം, അത് കഴിഞ്ഞാലാണ് അത് നിർത്താൻ പാടുള്ളൂ. ആ കടമയും കടപ്പാടും മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾ ചെയ്തു തന്ന ആ അമ്മിഞ്ഞ പാലിൻ്റെ അമൃതത്തിൻ്റെ വിലയുടെ കടപ്പാട് തിരിച്ചും കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അനിഷ്കുർലി വലി വാലിദൈക്, എനിക്കും എന്ന് പറഞ്ഞ് അള്ളാഹു നിർത്തിയില്ല, നിന്റെ മാതാപിതാക്കൾക്കും നീ ശുക്ർ ചെയ്യണം, നന്ദി ചെയ്യണം. ഇലയ്യൽ മസീർ, നിന്റെ മടക്കം ഓർമ്മയിൽ വെച്ചോ, എന്നിലേക്കാണ് നിന്റെ മടക്കം. നീ അതിന് വിഘാതമായി പ്രവർത്തിച്ചാൽ, നീ നിന്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ, അവരെ അനുസരിക്കാതിരുന്നാൽ, അവരെ നീ തെറി പറഞ്ഞാൽ, അവരെ നീ വേദനിപ്പിച്ചാൽ, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ചാടിച്ചാൽ, നീ മനസ്സിലാക്കിക്കോ, നീ മടങ്ങി വരാനുള്ളത് എൻ്റെ അടുത്തേക്ക് തന്നെയാണ്. നിനക്ക് ഞാൻ അതിന് യുക്തമായ ശിക്ഷ തന്നിരിക്കും, അത് കഠോരമായിരിക്കുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പെണ്ണെ നീ പഠിച്ചോ, നീ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് കരുതി നീ അഹങ്കരിക്കണ്ട. ഈ ആളുകളൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ അതെന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായാൽ, അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും അസുഖം വന്നാൽ, അല്ലെങ്കിൽ നിൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും തന്നെ അള്ളാഹു പരീക്ഷിച്ചാൽ കഴിഞ്ഞില്ലേ? നീ കുട്ടികളെ വെച്ചുകൊണ്ട് കുട്ടികൾ ഗതികേട് കൊണ്ടാണ്. കാരണം നിൻ്റെ അടുത്ത് ജീവിക്കുമ്പോൾ നിൻ്റെ കൂടെ നിൽക്കല്ലാതെ അവർക്ക് എന്തൊരു മാർഗ്ഗമുള്ളത്? ആ കുട്ടികളെ പോലും നീ നിൻ്റെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആ വെറുപ്പാണല്ലോ നീ അവരെ പഠിപ്പിക്കുന്നത്. ഒരു നല്ല വാക്കല്ലല്ലോ നീ പറഞ്ഞു കൊടുക്കുന്നത്. ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് നല്ല കാര്യങ്ങൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പക്ഷേ നിൻ്റെ ഉമ്മയെ തെറി പറഞ്ഞ് അവരെ പഠിപ്പിച്ചാണല്ലോ. അതുകൊണ്ട് നിന്നെ തെറി പറയാനും അവരെ നീ പഠിപ്പിക്കുകയാണ്. നിനക്ക് പലിശക്ക് സഹിതം ഇത് തിരിച്ചു തരും, ഉറപ്പാ. നിൻ്റെ മക്കളിലൂടെ തന്നെ ഇത് നീ തിരുത്തിയില്ലെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് തന്നെ, നാളെ പരലോകത്തേക്ക് മാത്രം എടുത്തു വെക്കുകയില്ല. മാതാപിതാക്കളെയും ഉസ്താദുമാരെയും വെറുപ്പിച്ചാൽ, പണ്ഡിതന്മാരെ തെറി പറഞ്ഞാൽ, അത് ഈ ദുന്യാവിൽ നിന്ന് തന്നെ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. അത് നിൻ്റെ മക്കളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു വല്ലതിലൂടെ ആയിരിക്കാം. നീ അനുഭവിക്കാതെ പോകില്ല മകളെ. നീ നിൻ്റെ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഇനി എനിക്കെതിരെ ചിലപ്പോൾ നീ വീടിയിടും, എന്നെ ട്രോളും ചിലപ്പോൾ നീ, എനിക്കെതിരെ തിരിയും. നിന്റെ സ്വഭാവം അതാണ്. നിന്നെ നന്നാക്കാൻ വരുന്ന ആരാണോ അവരൊക്കെ നിന്നേക്കാൾ പ്രായമുള്ളവരും ഒക്കെയാണ്. അവർ നിന്റെ തെറ്റ് തിരുത്താൻ വേണ്ടി നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ എങ്ങനെയെങ്കിലും നന്നായിക്കോട്ടെ എന്ന് പറയാണ്. പക്ഷെ അവരൊക്കെ നീ മെക്കിട്ട് കയറാണ്, അവരൊക്കെ നിശ്ശബ്ദമാക്കുന്ന രീതിയാണ് ഇന്ന് സ്വീകരിക്കുന്നത്. അതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. അതൊന്നും നല്ലതിനല്ല എന്ന് നീ ഓർത്തോ, നിനക്ക് സ്വയബുദ്ധി ഉണ്ടെങ്കിൽ. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം എന്ന ഹദീസ് നീയും ഞാനും മറന്നു പോകണ്ട. നീ കുറ്റം മാത്രമല്ല പറയുന്നത്, പബ്ലിക്കിൽ വെച്ചുകൊണ്ട് നിൻ്റെ ഉമ്മയെ നീ പൊരിച്ചെടുക്കുകയാണ്, റോസ്റ്റാക്കി വറുത്തെടുക്കുകയാണ് നീ ചെയ്യുന്നത്, തെറി പറയുകയാണ്.
മുൾമുനയിൽ നിർത്തുകയാണ് നീ ചെയ്യുന്നത്. എന്തൊരു അപരാധമാണ് ചെയ്യുന്നത്? വൻകുറ്റമാണ് മാതാപിതാക്കൾ വെറുപ്പിക്കുന്നതും അവരെ പറയുന്നതുമെന്ന് നീ മനസ്സിലാക്കണം. തൗബയില്ലാതെ പൊറുക്കുകയില്ല. മാതാപിതാക്കൾ ക്ഷമിച്ചാലും അള്ളാഹു പുറത്തു കൊള്ളണമെന്നില്ല. അള്ളാഹു പുറത്താലും മാതാപിതാക്കൾ അത് പുറത്തു കൊള്ളണമെന്നില്ല. മാതാപിതാക്കളെ തെറി പറയുന്നത് വൻകുറ്റമാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിക്കുമോ നബിയെ? ആർക്കെങ്കിലും മാതാപിതാക്കളെ കുറ്റം പറയാൻ പറ്റുമോ? നീ പറഞ്ഞാൽ തെറി പറയല്ല. തെറി പറയാന്നുള്ളത് ഒന്നുകൊണ്ട് കയറി പറഞ്ഞുള്ള പരിപാടിയാണ്. കുറ്റം പറയാൻ തന്നെ കഴിയുമോ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ സംശയം ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? മറ്റുള്ളവൻ്റെ മാതാപിതാക്കളെ നീ ചീത്ത പറയുമ്പോൾ നിന്റെ മാതാപിതാക്കൾ അവർ ചീത്ത പറയലോ, അതെന്നെ ഒരു ചീത്ത പറയലാണ്. നീ ഡയറക്റ്റ് ചീത്ത പറയാണ്, വേറുള്ള ആളുകൾ ചീത്ത പറഞ്ഞിട്ടൊന്നല്ല. മനസ്സിലായോ? നീ വേറുള്ള മാതാപിതാക്കളെ ചീത്ത പറഞ്ഞിട്ട് മറ്റുള്ളവർ നിന്റെ മാതാപിതാക്കളെ ചീത്ത പറയുന്നതല്ല ചെയ്യുന്നത്. നീ നിന്റെ സ്വന്തം പെറ്റ തള്ളയെ ചീത്ത പറയുകയാണ്, കത്തിക്കുകയാണ് നീ ചെയ്യുന്നത്. ഇതിലേറെ വല്ല വിഷം കൊടുത്ത് കൊല്ലല്ലോ നിനക്ക് നല്ല. എന്താ നീ ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം എന്ന് നിനക്കറിയോ? നിസ്കരിക്കണം പോലും. മാതാപിതാക്കളുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ മദ്ലൂമിൻ്റെ പ്രാർത്ഥന. മദ്ലൂം എന്ന് പറഞ്ഞാൽ ആരാണ്? മറ്റുള്ള ആളുകളുടെ അക്രമത്തിന് വഴങ്ങിക്കൊടുത്ത ആൾ, മർദ്ദിതൻ. മറ്റുള്ളവർ മർദ്ദിച്ച് അവശനാക്കിയ ഒരാൾ, അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. രോഗിയുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ വിധവയുടെ പ്രാർത്ഥന, ഇവരുടെ മദ്ലൂമി, ഈ മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിൻ്റെ ഇടയിൽ മറയില്ല എന്നാണ്. അള്ളാഹു നേരിട്ട് സ്വീകരിക്കുന്നത്. നിന്റെ ഉമ്മയുടെ പ്രാർത്ഥന നിലക്ക് പ്രാർത്ഥന സ്വീകരിക്കും. നീ തെറി പറഞ്ഞ നിലക്ക് നിന്റെ ഉമ്മ മദ്ലൂമയാണ്, ആ നിൽക്കും നിന്റെ ഉമ്മയുടെ പ്രാർത്ഥന നിനക്ക് എതിരെ വരും. നല്ലവണ്ണം നീ പേടിക്കണം. മനസ്സിലായോ? അതുപോലെ യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹു ഉത്തരം തരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. ഒരുപാട് പറയാണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് ആ മക്കൾക്ക് വിജയമുണ്ടാകും, പരാജയമുണ്ടാകും. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിനക്കറിയാമോ? കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ക്ഷീണം കാരണം ഉമ്മ ഉറങ്ങിപ്പോയി. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഉമ്മയെ വിളിച്ചുണർത്തുന്നത് അധപകേടാണ് എന്ന് മനസ്സിലാക്കിയ ആ മകൻ ഉമ്മ ഉണരുന്നത് വരെ നിന്നു. ഉണർന്നു നോക്കിയ സമയത്തുണ്ട് തൻ്റെ മകൻ തനിക്ക് കുടിക്കാൻ കൊണ്ടുവന്ന ദാഹജലവുമായി ഇരിക്കുക പോലും ചെയ്യാതെ ആ നിന്ന കാലിൽ നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ ഉമ്മാക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും എന്തൊക്കെയോ സങ്കടങ്ങളൊക്കെ തോന്നി. ആ ഉമ്മ പ്രാർത്ഥിച്ചു. ആ മകനാണ് പിന്നീട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ലോകം അറിയാൻ കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതനായി മാറിയത്. ഉമ്മയുടെ പ്രാർത്ഥനകൾക്ക് എത്രയോ ഉദാഹരണങ്ങൾ വീണ്ടുമുണ്ട്. നമുക്കറിയില്ലേ ജുറൈജ് റളിയല്ലാഹു അൻഹു? ആരാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു? വലിയ ആബിദാണ് അദ്ദേഹം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ് അദ്ദേഹം. മലമുകളിൽ ചെന്ന് തൻ്റെ പർണശാലയിൽ ഇബാദത്തിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മ കാണാൻ വന്നു. അപ്പോൾ മകൻ നിസ്കരിക്കുകയാണ്. മകനെ വിളിച്ചപ്പോൾ നിസ്കാരത്തിലല്ലേ, മകന് വിളി കേട്ടില്ല. പിറ്റേ ദിവസം ഉമ്മ വന്നു, മകനെ വിളിച്ചു, മകൻ വിളി കേട്ടില്ല. ഉമ്മ മടങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസവും വന്നപ്പോൾ മകൻ ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ് തൻ്റെ കുടിലിൽ. അപ്പോൾ ഉമ്മ വിളിച്ചപ്പോൾ വിളി കേൾക്കാതിരുന്നപ്പോൾ ക്ഷുഭിതയായ ഉമ്മ മകനെ ശപിച്ചു. ഒരു വ്യഭിചാരിണിയുടെ, ഒരു വേശ്യയുടെ മുഖത്ത് നോക്കിയിട്ടല്ലാതെ എൻ്റെ മകനെ മരണപ്പെടുത്തരുതേ റബ്ബേ എന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? ആ നാട്ടിലെ അറിയപ്പെട്ട നൊട്ടോറിയസായ കുപ്രസിദ്ധിയുള്ള ഒരു വേശ്യ വന്നുകൊണ്ട് അവിടെ അൽഖമ റളിയല്ലാഹു അൻഹു അല്ല ജുറൈജ് റളിയല്ലാഹു അൻഹു ആ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയും അങ്ങനെ ആ വേശ്യയെ ആട്ടിവിടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾ ജനങ്ങളോട് ചെന്ന് പറഞ്ഞു, ഞാൻ പ്രസവിച്ച കുഞ്ഞ് അതിൻ്റെ ഉടമസ്ഥൻ ഈ ജുറൈജാണ്, ജുറൈജ് എന്നെ അവിഹിതത്തിലൂടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. സത്യം മറ്റൊന്നായിരുന്നു. ജുറൈജ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെ ആളുകളെല്ലാവരും ക്ഷുഭിതരായി പാഞ്ഞെടുക്കുകയും അദ്ദേഹം ഇബാദത്ത് ചെയ്തിരുന്ന ആ കുടിൽ, ആ വീട്, ആ പർണശാല അവർ പൊളിച്ചിടുകയും അദ്ദേഹത്തെ ഒരുപാട് അടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. അവസാനം സത്യം ബോധ്യപ്പെട്ടു. ആ കുഞ്ഞ് സംസാരിച്ചു. ആ കുഞ്ഞിനോട് ചോദിച്ചു. തൊട്ടിലിൽ കിടന്ന് കുഞ്ഞ് സംസാരിച്ച 2-3 സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അതിലൊന്ന് ഇതാണെന്ന് പണ്ട് നമ്മൾ പറയുന്നുണ്ട്. ആ കുഞ്ഞ് പറഞ്ഞു, എൻ്റെ പിതാവ് ഇതല്ല, ഒരു ആട്ടിടയനാണെന്ന്. അങ്ങനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുടിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പുനഃസ്ഥാപിച്ചു കൊടുക്കുകയും സ്വർണം കൊണ്ടുവരെ ഞങ്ങൾ വേണമെങ്കിൽ അത് പുനഃസ്ഥാപിച്ചു തരാമെന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് പഴയതുപോലെ ഒരു മണ്ണിൻ്റെ കുടിൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ ചരിത്രം വിശാലമാണ്. അതാണ് ഉമ്മയുടെ ഗുരുത്തക്കേട് തട്ടിക്കഴിഞ്ഞാൽ നീ നല്ലോണം ഓർമ്മിച്ചോ. ഞാനൊക്കെ അടക്കം ഓർമ്മിക്കേണ്ട കാര്യമാണ്. അൽഖമ റളിയല്ലാഹു അൻഹു ചരിത്രം അറിയില്ലേ? മരണക്കിടക്കയിൽ കിടന്ന സമയത്ത് കെലിമ ചെല്ലാൻ കഴിയുന്നില്ല. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പരാതിയെത്തി. തങ്ങൾ പറഞ്ഞു, അദ്ദേഹം ജീവിതകാലത്ത് കെലിമ ചൊല്ലിയിരുന്നോ? ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിക്കാത്തത് എന്ന് ആത്മകഥം ചെയ്ത് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഖമ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെന്ന് പറഞ്ഞു.
ചെന്നിട്ട് ചോദിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അൽഖമ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അദ്ദേഹത്തിന് ചൊല്ലാൻ കഴിയുന്നില്ല, ലാസ്റ്റത്തെ എനിക്ക് കഴിയുന്നില്ല നബിയെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു എന്താണ് ഇത് കാരണം? അൽഖമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിരുന്നു, ദ്രോഹിച്ചിരുന്നു, അവർ പറഞ്ഞത് അനുസരിച്ചിരുന്നില്ല എന്ന്. മാതാവിനെ വരുത്തിച്ചു. മാതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഒന്നും ചൊല്ലാൻ കഴിയുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. ആദ്യമൊന്നും ഉമ്മ വഴങ്ങിയില്ലെങ്കിലും എന്നാൽ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജനാസ ഞാൻ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. ആ വിറകുകൊണ്ട് ഞാൻ കത്തിച്ചു കളയുമെന്ന് ഒരു ഐഡിയ എടുത്തു പുണ്യം സുലസ്മ തങ്ങൾ. അപ്പം ആ മാതൃഹൃദയം നൊന്തു. അതാണല്ലോ മാതാവി എത്ര വാശി പിടിച്ചു കഴിഞ്ഞാലും തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റാൻ പോകുന്നതെന്ന് കഴിഞ്ഞാൽ ഓലെ മനസ്സലിയും. ആ ഉമ്മ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിഞ്ഞു. അപ്പോൾ പുണ്യ സുലസ്മ തങ്ങൾ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹി ലദീ അൻഖദഹു മിനന്നാർ എന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തെ തീയിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, അവിടെ തീ എന്ന് പറഞ്ഞാൽ രണ്ടും ഉദ്ദേശിക്കുക, അങ്ങനെ മരിച്ചുപോയ നരകത്തിലേക്ക് പോവുക, പിന്നെ തീ കൊണ്ട് കരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് നീയും അവിടെ ഉദ്ദേശിക്കുക. എന്തായാലും തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനെ സർവസ്തുതിയും എന്ന് തങ്ങൾ പ്രാർത്ഥിച്ചു എന്നാണ്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം അറിയില്ലേ? ദീർഘമായ ചരിത്രമാണ്. അവിടെ ഗുഹാമുഖത്ത് അടക്കപ്പെട്ടപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പ്രാർത്ഥിച്ചു. ഒരാൾ പ്രാർത്ഥിച്ചത് എന്താണ്? എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ കരുണ ചെയ്തിരുന്നു, ഗുണം ചെയ്തിരുന്നു, ത്യാഗം ചെയ്തിരുന്നു. അതൊക്കെ നീണ്ട കഥയാണ്, ഞാൻ ചുരുക്കി പറയാം. ആ ത്യാഗം കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോൾ ഗുഹാമുഖത്ത് അടഞ്ഞ ആ വലിയ പാറ അല്പം നീങ്ങിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്താൽ കിട്ടുന്ന വിജയവും തിന്മ ചെയ്താൽ കിട്ടുന്ന പരാജയവുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പെണ്ണെ ഞാൻ നിർത്തുകയാണ്. നിനക്ക് നന്നാകണമെങ്കിൽ നീ നന്നായിക്കോ, അല്ലെങ്കിൽ നിനക്ക് കെലിമ ചെല്ലിമെടുക്കാൻ കഴിയില്ല. ഹസറത്ത് ദുന്യാവൽ ആഖിറ, ദുന്യാവും ആഖിറവും പരാജയപ്പെടും. ദുന്യാവിൽ നീ വഷളാവും, ദുന്യാവിൽ നീ അനുഭവിച്ചിട്ടേ മരിക്കുള്ളൂ. ആഖിറത്തിൽ നിന്നെ ഒരുപാട് ശിക്ഷകൾ കാത്തിരിക്കുകയാണ്. നിന്നെയാലും നിന്നെപ്പോലെയുള്ള ആളുകളെ ഞാനായാലും നീ ചെയ്യുന്ന ഈ ആദി കൊള്ളരുതായ്മകൾ, മാതാപിതാക്കളെ വെറുപ്പിച്ച് അവരെ ശാപം പിടിച്ചു പറ്റിയാൽ, അവരെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനുഭവിച്ചിട്ടേ പോകുള്ളൂ. വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ, മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണം. കണ്ടോ? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ രണ്ടിൽ ആരെങ്കിലും ഒരാൾ വാർദ്ധക്യ സമയത്ത് നിന്റെ സംരക്ഷണത്തിൽ കഴിയേണ്ടി വന്നാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും അവരോട് പറയരുത്. നീ എന്ത് തെറിയടി പറയുന്നത്? നിന്റെ ഉമ്മയാണ് നീ തെറി പറയുന്നത്, നിന്റെ മക്കളല്ല. മക്കളെയും പറയാൻ പാടില്ല. നിന്റെ പെറ്റ ഉമ്മ, ആ വയറിനടി നീ തെറി പറയുന്നത്. നീ ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയോ? എന്താ നീ വിചാരിച്ചേ? ഇത്രയും ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെന്നുള്ളൊരു വിചാരം പോലും നിനക്കില്ലല്ലോ അല്ലേ? ഇങ്ങനെയാണോ വൈറലാവേണ്ടത്? ഒരു കാര്യപ്പെട്ട കഴിവേതാലും ഇല്ല. എന്നാൽ എന്തെങ്കിലും മനുഷ്യന്മാർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടോ നല്ലത് പറഞ്ഞിട്ടൊക്കെ അങ്ങനെയല്ലേ നമ്മൾ പിന്നെ ആൾക്കാരുടെ ഇടയിൽ ഒരു സ്റ്റാറ്റസും പദവി നമുക്ക് കിട്ടണ്ടേ? ഇങ്ങനെ ഇതൊക്കെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാണ് ആൾക്കാരുടെ ഇടയിൽ ഇതിനാണ് ഫേമസ് ആകുമെന്ന് പറയാം. ഇത് നൊട്ടോറിയസ് ആകില്ലേ? നമ്മളെ വില നമ്മൾ തന്നെ കളഞ്ഞു വിളിക്കല്ലേ? ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഇതിലും വേറെ ജീവിക്കാതിരിക്കല്ല നല്ലേ? ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ സ്വന്തം മാതാപിതാക്കളൊക്കെ ചീത്ത പറഞ്ഞ് അവരെ തെറി പറഞ്ഞ് എന്നിട്ട് അതാരെങ്കിലും പറയുകയാണെങ്കിൽ അവരെയും നീ കയറി മെയ്യ. നല്ല ധീരത ശൂരതയല്ലേ? നല്ല അഭിമാന അന്തസ്സുള്ള ഏർപ്പാടല്ലേ നീ ചെയ്യണേ? ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്ന് പോലും പറയരുത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫലാ തൻഹർഹുമാ, അവരോട് പരുഷമായി സംസാരിക്കരുത്. ഗൗരവത്തോടെ സംസാരിക്കാൻ പോലും പാടില്ല എന്നാ മാതാപിതാക്കളോട്, അറിയോ? വഖുൽ ലഹുമാ ഖൗലൻ കരീം, അവരോട് ആദരണീയമായ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ വിനയത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം എന്നാ. അവരോട് ഈഗോ പാടില്ല. നീ വന്ന് വീമ്പളക്കല്ലേ? നിനക്ക് എന്നാ യൂട്യൂബും അക്കൗണ്ടൊക്കെ ഉണ്ടായത്, സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായത്? നീ എന്നാ വല്ല ജോലിക്കാരിയായത്? നിനക്ക് അതിനുള്ള ഊർജവും ജീവവും ഓജസ്സും തേജസ്സും തന്നതാരാ? നിന്റെ മാതാവും അല്ലേ? ആ മാതാവുണ്ടായിട്ടല്ലേ നീ ഉണ്ടായത്? ആ വന്ന് വഴി മറക്കല്ലേ? ഈ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ കൊണ്ട് ഒഴിവായി കഴിഞ്ഞാൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ? നിനക്കൊരു അസുഖം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആരാ നോക്കണ്ടാവുക? ആരെങ്കിലും ഉണ്ടാവുമോ? നമ്മളാരും വല്യോടണ്ട, വീമ്പളക്കണ്ട. മനുഷ്യൻ നിസ്സാരനാണ്, അത് മനസ്സിലായിക്കോ. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് വന്നാണ്ടല്ലോ, തീർന്നു നീ. വഖുർ റബ്ബി റഹ്മുമാ കമാ റബ്ബിയാനി സഗീറ, അവർക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബേ, ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ ചെയ്യണമേ. നിന്നെയൊക്കെ ഈ ഒരു സ്വഭാവം ആണ് വലുപ്പത്തേക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആ ഉമ്മ കഴുത്ത് നെരിച്ച് കൊല്ലാതിരുന്നതിൻ്റെ ഭാഗ്യം. അത് ആ ഉമ്മാൻ്റെ റഹ്മത്ത് കാരുണ്യമാണ്. ആ കാരുണ്യത്തിന് തിരിച്ച് കാരുണ്യം കൊടുക്കണ്ടേ? നീ തെറിവാക്കല്ല കൊടുക്കേണ്ടത്, നീ അവരെ വേദനിപ്പിക്കല്ലേ വേണ്ടത്.
ഇത് നിർബന്ധ കൽപ്പന. ഖദാ റബ്ബുക എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു എന്നാണ് തുടങ്ങുന്നത് തന്നെ. വബിൽ വാലിദൈനി ഇഹ്സാന പിന്നെ തുടർന്ന് പറയുന്നത്. അതോ ഇത് നിർബന്ധ ബാധ്യതയാണ്. മാതാപിതാക്കളോട് പിന്നെ ഗുണം ചെയ്യാന്ന് പറഞ്ഞത് വേണമെങ്കിൽ ചെയ്താൽ പോരാ. വൃദ്ധ മാതാപിതാക്കളുണ്ടായിട്ടും സ്വർഗം നേടാൻ സാധിക്കാത്തവർക്ക് നാശമെന്ന് വിശുദ്ധ ഹദീസിലൂടെ പുണ്യനിരുസമ തങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അറിയോ, മാതാപിതാക്കളെ കൊണ്ടാണ് നമ്മൾ സ്വർഗം നേടേണ്ടത്, അവരെ കൊണ്ട് തന്നെയാണ് നമ്മൾ നരകവും. അത് മനസ്സിലായിക്കോ. അതാണ് അള്ളാഹുവിൻ്റെ കോപവും തൃപ്തിയും മാതാപിതാക്കളുടെ കോപത്തിലും തൃപ്തിയിലാണെന്ന് നേരത്തെ ഞാൻ പുണ്യനിരുസമ തങ്ങൾ പറഞ്ഞ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരുപാട് പറയാനുള്ളതാണ്. ഞാൻ ഒന്നും കൂടി നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇത് പിന്നെ നീ കാണാനിടയായി കഴിഞ്ഞാൽ എനിക്കതിൽ തരേണ്ട. ഞാൻ പിന്നെ കുറച്ചൊക്കെ പഠിച്ചൊരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് എൻ്റെ കടമ ഞാൻ നിർവഹിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നിന്നെ കണ്ട് ഒരുപാട് ആളുകൾ ഇത് അനുകരിച്ചാലോ? ഇതുപോലെ കുറേ എണ്ണമുണ്ട്. അറിയോ, വന്ന വഴി മറന്നുകൊണ്ട് ആധുനികതയുടെ പേരിൽ പുതിയ ജനറേഷൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ആളുകൾ, അങ്ങനത്തെ സർവ്വെണ്ണം മനസ്സിലായിക്കോളി. ഇതൊന്നും നല്ലതിനല്ല. നിങ്ങളൊന്നും അധികം നെകളിച്ചൂല, അധികമൊന്നും നിങ്ങളെ പോക്കുണ്ടാവില്ല, കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർക്കും നിന്നെ പോലെയുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് നിനക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിൽ നിന്ന് നീ മാറിക്കോ. നിന്റെ ഉമ്മയോട് പൊരുത്തപ്പെടിച്ചോ, ആ കാൽക്കൽ കരഞ്ഞു വീണോ, മാപ്പ് വേടിച്ചോ, അള്ളാഹുവിനോട് നീ പൊറുക്കൽ ചോദിക്കോ. അല്ലെങ്കിൽ നിനക്ക് ദുന്യാവും ആഖിറവും നഷ്ടപ്പെടും. എൻ്റെയും കഥ അങ്ങനെ തന്നെ, എല്ലാവരുടെ കഥ അങ്ങനെ തന്നെ ആയിരിക്കും. നിന്റെ മാത്രം പറയല്ല. ഞാൻ ആദ്യം എന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, പിന്നെയാണ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നത്. ആ മാതാവിൻ്റെ കാൽക്കൽ വീണ് നീ കരഞ്ഞ് കാൽ പിടിച്ചിട്ടില്ലെങ്കിൽ നിന്റെ പിതാവിനെ മാത്രം നീ നന്നാക്കി പറയണ്ട. അതുകൊണ്ട് എന്താ കാര്യം? പിതാവിനെ മാത്രം നന്നായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് ഗുണം ചെയ്ത ആളുകളോട് പിന്നെ നല്ല പറയാ. നീ ദ്രോഹം ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഉമ്മയും വാപ്പയും ഞാൻ നേരത്തെ പറഞ്ഞു, അവർ ഗുണം ചെയ്താലും ദ്രോഹം ചെയ്താലും അവർ എപ്പോഴും നിന്റെ ഉമ്മയും വാപ്പയുമാണ്. മുറിച്ചാൽ മുറിയാത്ത ബന്ധമാണത്. ബ്ലഡ് റിലേഷനാണ്, രക്തബന്ധമാണ്. അവരെ ബഹുമാനിച്ചേ തീരൂ. അത് നിർബന്ധ ബാധ്യതയാണ്. അതവർ ഗുണം ചെയ്താലും അവർ നമ്മൾ നോക്കിയാലും നോക്കിയിട്ടില്ലെങ്കിലും അവരോടുള്ള കടമകൾ വീട്ടിയിരിക്കണം. അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരെ സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ ഉറപ്പാ രണ്ട് ലോകത്തും നീ ഇത് അനുഭവിച്ചിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഏറ്റവും പെട്ടെന്ന്, ഒരു സെക്കൻഡ് ബാക്കിയാവാതെ, നമ്മളതിന് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ, ഒരു സെക്കൻഡ് ബാക്കിയാവാതെ ആ ഉമ്മയുടെ കാൽക്കൽ ചെന്നിട്ട് നീ കരയണം, പൊട്ടി കരയണം. ഉമ്മയുടെ കാല് പിടിച്ച് കരയണം, മാപ്പ് ചോദിക്കണം. എന്നിട്ട് പടച്ച റബ്ബ്, നീ വിശ്വസിക്കുന്ന റബ്ബ്, ആ റബ്ബിനോട് നീ പൊട്ടിക്കരഞ്ഞ് നീ തൗബ ചെയ്ത് മടങ്ങണം. വൻദോഷമാണ് ചെയ്തിരിക്കുന്നത്, തൗബ ചെയ്ത് മടങ്ങണം. അല്ലെങ്കിൽ കാര്യം പോക്കാണ് മകളെ. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നീ പിന്നെ സ്വീകരിച്ചാൽ നിനക്ക് നന്നു, നീ ഇത് പിന്നെ റിജക്റ്റ് ചെയ്താൽ, നെഗ്ലക്റ്റ് ചെയ്താൽ അതും നിനക്ക് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അള്ളാഹു മാതാപിതാക്കളെ അനുസരിച്ച്, അവരെ ആദരിച്ച് സ്നേഹിച്ച് അവരുടെ ഗുരുത്വപുരുത്തങ്ങൾ വാങ്ങി, ഇപ്പോൾ പണ്ട് പിന്നെ നമ്മുടെ ഗുരുക്കന്മാർ, അവരെ മുതിർന്നവർ, അവരൊക്കെ ആദരിക്കാനും സ്നേഹിച്ചാനും അങ്ങനെ നമുക്ക് രണ്ട് ലോകവും വിജയിക്കുന്ന കൂട്ടത്തിൽ പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നെ വീക്ഷിച്ച ഇതര മത സുഹൃത്തുക്കൾ അവർക്ക് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു.